ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ രണ്ടാം ചാനലിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടുണ്ടായിരുന്നു നമുക്ക് ആമസോൺ ICICI കാർഡ് പുതിയത് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 2024 വേർഷൻ ഓഫ് ആമസോൺ ICICI കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ചെറിയ ഡിഫറൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമസോണിലൊക്കെ അതിൻ്റെ ന്യൂസും സംഭവങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ കാർഡിൽ, അല്ലാണ്ട് വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ നമ്മുടെ കാർഡ് എന്തായാലും വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ പേരിലല്ല, നിങ്ങൾക്ക് എൻ്റെ കാർഡ് ഓൾറെഡി എനിക്ക് ഒരു 1.5 കൊല്ലമായിട്ട് നമ്മൾ 1.5 കൊല്ലം മുമ്പ് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി തുറന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇതിനുള്ളിൽ പാക്കേജിങ് ഒക്കെ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസ് സംഭവമൊന്നുമില്ല. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ല നമ്മുടെ ആസാദി കവർ സെയിം ആണ്. ഇതിന് എനിക്ക് 1.5 കൊല്ലം മുമ്പ് വന്ന് സെയിം എന്താ പറയുക കവർ തന്നെയാണ്. നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും മാറ്റം സംഭവം ഉണ്ടോ നോക്കി നോക്കാം. അപ്പോൾ നോർമൽ പോലെ തന്നെ നമുക്കൊരു ലെറ്റർ വന്നിട്ട് നമുക്ക് ലിമിറ്റ് കിട്ടിക്കുന്നത് 2,10,10,000 ആണ്. ക്യാഷ് ലിമിറ്റ് 21,000. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണണ്ടായിരിക്കും ഉണ്ടോ. അപ്പോൾ ഇതിൽ അതിൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ആമസോൺ ICICI ആമസോണും ICICI ബാങ്കും കൂട്ടിയിട്ട് ഇപ്പം ഇനി നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതിന് പകരം UPI ക്രെഡിറ്റ് ലൈൻ ഇറക്കാൻ പോവാണ്. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ വെർച്വൽ ഒരു UPI പേ ലെറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോർമലി എന്താ പറയുക ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതായിട്ടും കൂടുതൽ ആൾക്കാർക്ക് ആ സാധനം കിട്ടും കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ അതിൻ്റെ സംഭവം തന്നെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ. പക്ഷേ വർക്കിംഗ് ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആമസോൺ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പേ ലെറ്റർ കുറച്ച് ഡിഫറൻസ് സംഭവം. പക്ഷേ QR കോഡ് സ്കാനിങ് സംഭവമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മുടെ UPIയുടെ പോലെ എല്ലാ QR കോഡും സപ്പോർട്ട് ആവാൻ സാധ്യത ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മുടെ നോർമൽ പേ ലെറ്റർ പോലെ ഇരിക്കുന്നില്ല, പോസ്റ്റ് പേ ലെറ്റർ, അത് ആ പരിപാടി ആവാനാണ് സാധ്യത. പക്ഷെ അത് UPIയിലായിരിക്കുന്നു മാത്രം. പക്ഷെ നമ്മുടെ സിബിൽ സ്കോറിലും ക്രെഡിറ്റ് സ്കോറിലൊക്കെ കാണിക്കുക അത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനും വലിയ കാര്യമായിട്ടും ഇമ്പാക്റ്റും സംഭവമൊന്നും വരില്ല. മുമ്പ് നമ്മുടെ പേ ലെറ്റർ സംഭവമൊക്കെ അത് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞാൽ കാണിക്കുക. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് മെയിനായിട്ട് അത് ഇങ്ങനെ റോങ് ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് RBI ബാൻ ചെയ്യാൻ കാരണം ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും സംഭവം പണ്ടത്തെ അതേപോലെ തന്നെയാണ് കേട്ടോ. വലിയ ഡിഫറൻസും ഇല്ല. പാക്കേജ് ആയിക്കോട്ടെ, വെൽക്കം ലെറ്റർ ആയിക്കോട്ടെ, എല്ലാം സെയിം തന്നെയാണ്. 5% ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസിങ് സംഭവങ്ങൾ കിട്ടും പ്രൈം മെമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ 3%. പിന്നെ 2% ക്യാഷ് ബാക്ക് ഓൺ ആമസോൺ പേ പാർട്ട്ണർ മർച്ചന്റ് യൂസിങ് കാർഡ് ഫോർ, അത് അവരുടെ 100+ ആമസോൺ പേ മർച്ചന്റ് ഉണ്ട്, അതിന് നമുക്ക് 2% കിട്ടും. പിന്നെ ബാക്കി എല്ലാത്തിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കാർഡ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടെക്സ്ചർ ഡിഫറൻസ് ഉണ്ട്, അല്ലാണ്ട് വലിയ ലുക്കിൽ വലിയ സംഭവത്തിനൊന്നും ഡിഫറൻസ് ഇല്ല കേട്ടോ. ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലാണ് പേര് ഇതാണ് ഇപ്പൊ പുതിയ കാർഡ് വന്നിരിക്കുന്നത്. ഇത് വൈഫിന്റെ പേരിലാണ്. അപ്പൊ എന്റെ കാർഡ് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ടെക്സ്ചർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഡിഫറൻസ് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഞാൻ എന്റെ കാർഡ് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നില്ല. നമുക്കിപ്പോൾ തൊടുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് അറിയുന്നത്. എൻ്റെ കാർഡ് അതാണ് എൻ്റെ കാർഡ്. ഈ സാധനത്തുമ്മേ നമുക്ക് പേരൊക്കെ ഫ്രണ്ടിലാണ്, കുഴപ്പം. കവർ ചെയ്ത് പിടിച്ചിട്ട് ബോറ് പരിപാടി ചെയ്ത് അത് കാരണം എനിക്ക് ഫ്രണ്ടിൽ പേര് വരുന്നത് വലിയ ഇഷ്ടപ്പെടുത്തില്ല. ഇതാണ് ഇപ്പോൾ വന്ന കാർഡ്, 2024 മോഡൽ എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ കൊല്ലം. ഇതെൻ്റെ കാർഡാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കാണില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷെ ഇത് തൊടുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ തൊടുമ്പോൾ ഒരു ടെക്സ്ചർ പുതിയതുമ്പോൾ ഒരു ടെക്സ്ചർ പോലെ വന്നിട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ. ഇതും ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. അതാണ് ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. കാരണം ഒരു മെറ്റീരിയൽ മാറ്റിയിട്ടുന്നുണ്ട്, കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മാറ്റിയിട്ടുന്നുണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് തന്നെയാണ് അത് മെറ്റൽ സംഭവം ഒന്നല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ ആമസോണിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക ആമസോൺ പേ ICICI കാർഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നോർമലി കിട്ടുന്നതായിട്ടും ക്രെഡിറ്റ് ലിമിറ്റ് കൂടുതലായിട്ട് കിട്ടുക. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2.7 സംതിങ് കിട്ടിയിരുന്നു ലിമിറ്റ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾമോസ്റ്റ് ഒരു എന്തായാലും 1.5 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് എനിക്ക് എൻ്റെ കാർഡ് കിട്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അത് കാരണം ഇത് നമുക്ക് ഈ സാധനത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി നമ്മുടെ ആമസോൺ ആപ്പിൽ ഇത് കാണിക്കണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി കാണിക്കും നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ അപ്ലൈ ഹിയർ വിത്തൗട്ട് ഇൻകം പ്രൂഫ് എന്ന് കാണിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് അപ്രൂവ് ആവും. പക്ഷേ ചിലർക്ക് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല, അപ്ലൈ ഒന്നും കാണിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു 90% ഇൻകം പ്രൂഫ് ചോദിക്കും, അല്ലെങ്കിൽ ITR ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്.
അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ആമസോണിൻ്റെ ICICI കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിഫറൻസ്. ഞാൻ ആക്ച്വലി കേട്ടത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ആക്ച്വലി പുതിയ കാർഡ് വേരിയന്റ് ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് നോട്ടിഫിക്കേഷൻ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കും. പക്ഷെ ഒരു 5% വേണമെങ്കിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. എന്താ വെച്ചാൽ ഒരു കാർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്, അതല്ലാണ്ട് നോ ചേഞ്ച്. ഇതിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. വെച്ചാൽ അതിൻ്റെ മുമ്പിലാണ് നമ്പേഴ്സും സംഭവങ്ങളൊക്കെ. വിസ തന്നെയാണ് കേട്ടോ. കുറേ പേര് പറയുന്നത് ഇതിൻ്റെ റൂപേ വേരിയൻ്റ് ഒക്കെ ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ആകെ വിസ വേരിയൻ്റ് മാത്രമല്ല, അവർ റൂപേ വേരിയൻ്റ് ഇറക്കുന്നില്ല, ചുമ്മാ അത് അടിച്ചിറക്കുന്നതാണ് കുറേ പേര്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏതെൻ്റെ കാർഡ് ഓക്കെ എൻ്റെ കടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ആമസോൺ ICICI കാർഡായിട്ട് ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈന്യൂട്ട് ചേഞ്ചസുകൾ ഉണ്ട്, അല്ലാണ്ട് ഡിഫറൻസ് ലുക്കിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഫീലിലും വളരെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ ICICI കാർഡ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് ആമസോണിൻ്റെ ആപ്പ് കൂടെ മാത്രമേ സാധനം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആമസോൺ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓൾറെഡി അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സാധനമുണ്ട്. ഒരു പ്രീ അപ്രൂവൽ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് കാർഡാണ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ. വൺ കാർഡ് പോലെയാണ്. വൺ കാർഡ് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വൺ കാർഡ് അതിൽ അവർ എന്താ നമുക്ക് ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു ടൈപ്പ് കാർഡ് തന്നെയാണ് ഇത് കേട്ടോ. പക്ഷെ നല്ല കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അത്യാവശ്യം നല്ല ക്യാഷ് ബാക്സും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ കാലം ഉപയോഗിക്കുന്നത്, ഞാൻ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ത്രെഡ്മില്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആമസോൺ ICICI കാർഡ് വാങ്ങിച്ചിട്ട് നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടി. ഞാനിപ്പോൾ പ്രൈം എടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടാൻ വേണ്ടി പ്രൈം എടുത്താണ്. പിന്നെ നമുക്ക് കുറച്ച് പടം സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പ്രൈം എടുക്കാറുള്ളൂ, ഒരു മാസത്തേക്ക് അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആമസോൺ ബാലൻസിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആകുമ്പോൾ എമൗണ്ട് 5% വരും കേട്ടോ. പിന്നെ ഞാൻ ഒരു എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഈ സെയിം ഞാൻ നമ്മുടെ ലൈഫ് ലോങ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ത്രെഡ്മില്ല വാങ്ങിച്ചു, മോട്ടറൈസ്ഡ് ത്രെഡ്മില്ല വാങ്ങിച്ചു. നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ഈ സാധനം സെയിം അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ആമസോണിനെക്കാട്ടും 1000 രൂപ കുറവാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ എടുത്തില്ല. എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫുൾ കാശ് പോകും. അങ്ങനത്തെ ഉടായ്പൻ്റെ ആശാന്മാരാണ് ഫ്ലിപ്കാർട്ടുകാർ. റീപ്ലേസ്മെന്റ് ചുമ്മാ പരസ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന്മാർ ഉടായ്പിട്ടിട്ട് 7 ദിവസം 10 ദിവസം അങ്ങനെ കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങിച്ചില്ല, അത് പോട്ടേന്ന് ചോദിച്ചാൽ 1000 രൂപ. പക്ഷെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ICICI കാർഡിൻ്റെ ഓഫറും അതുപോലെ തന്നെ 5% ഓഫർ നമുക്ക് കിട്ടും. എന്നാലും പക്ഷെ അവരുടെ അതിനും ICICI തന്നെ ഓഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഓൾമോസ്റ്റ് 1000 രൂപ നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും സാധനം കയ്യിൽ ഉറപ്പായി കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആമസോൺ കൂടെ ഓർഡർ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് കൂടെ അതാണ് ഓർഡർ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് കൂടെ 1000 രൂപ മുകളിലുള്ള സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാറില്ല, അത്രയ്ക്ക് വിശ്വാസമാണ്. അത് കാരണം ഇപ്പോൾ ഓർഡർ ചെയ്യും. എനിക്ക് അങ്ങനെ കുറേ പണി കിട്ടിയിട്ടുണ്ട്, 2-3 വട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പണി കിട്ടിയിട്ടും ഇതുപോലെ ഓഫറിനിട്ട് നമ്മൾ അത് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഓഫർ കണ്ടാലും വാങ്ങിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ അടിക്കട്ടാ. നമ്മുടെ ലിങ്ക് അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം.